ആചാര്യസ്വാമികളെ ഈ ചണ്ടാളൻ അഭിസംബോധന ചെയ്യുന്ന രണ്ട് പദമുണ്ട്, രണ്ട് പാഠമുണ്ട്. ആദ്യത്തെ ശ്ലോകം തന്നെ അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദുരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. അവിടെ യതിവര എന്നുള്ളതിന് സ്ഥാനത്ത് ദ്വിജവര പാഠമുണ്ട്. പറയാൻ കാരണം യതിവര എന്ന് പ്രയോഗിച്ചാലും ദ്വിജവര എന്ന് പ്രയോഗിച്ചാലും തെറ്റില്ല. പക്ഷേ ആചാര്യസ്വാമികള് അവിടെ ദ്വിജവരനായിട്ടല്ല നിൽക്കുന്നത്, യതിവരനായിട്ടാണ്. കാരണം സന്യാസം സ്വീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് യതിവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി, അല്ലയോ സന്യാസി ശ്രേഷ്ഠ പറയൂ എന്നാണ് അഭിസംബോധന. നേരെ മറിച്ച് അവിടെ ദ്വിജവര എന്ന് പ്രയോഗിച്ചാലും തെറ്റില്ല. കാരണം എന്താ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമൂഹത്തില് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് ദ്വിജവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ഇതിനു വേണ്ടി ജീവിക്കുന്നവനാണ്. ബ്രാഹ്മണന് ജോലി എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബം പോറ്റുക എന്ന് പറഞ്ഞാൽ അവൻ ബ്രാഹ്മണനല്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലത്തിന്റെ മാറ്റം കൊണ്ട് അതൊക്കെ ചെയ്തേ മതിയാവൂ. കാരണം ഓരോരുത്തരും അണുകുടുംബങ്ങളായി മാറുമ്പോൾ ഓരോരുത്തരും ഇനിയിപ്പോൾ എൻ്റെ കുടുംബത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ സമ്പാദിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു അത്രേ, കുറച്ച് പേരെങ്കിലും ഈശ്വരന് വേണ്ടി ജീവിക്കാൻ വിടൂ, അവർ ഈശ്വരന് വേണ്ടി ജീവിക്കട്ടെ. അങ്ങനെ ഈ ഒരു തത്വത്തിന് വേണ്ടിയിട്ട് ഈ വേദാന്തർഗതമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അദൃശ്യമായിരിക്കുന്ന ആ നാനാത്വത്തിലെ ഏകത്വത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന വിധം ജീവിതചര്യ കൊണ്ടുപോയ ഒരുപാട് പേരുണ്ട്. അവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ്വിജവര എന്നൊരു പാഠം കൂടെ ശരിയുണ്ട് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തില് ബ്രാഹ്മണ്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ ഈ തത്വം അവർക്ക് അറിഞ്ഞിരിക്കണം എന്നാണ്. എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ചോദിക്കുന്നത് മാറിപ്പോ എന്നല്ലേ പറഞ്ഞത്. വരുമ്പോഴേ ചണ്ടാളനോട് പറയാണ് മാറിപ്പോകൂ മാറിപ്പോകൂ. അത് ചിലരൊക്കെ ഒരു ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം ആജ്ഞാസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണ്ടാളന്റെയും അല്ലെങ്കിൽ ആചാര്യസ്വാമികളുടെയും മറുപടിയും ആ രീതിയിലാവണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചണ്ടാളൻ പറയുന്നത് എന്താണ്? അന്നമയാദന്നമയം ചൈതന്യമേവ ചൈതന്യാത്. ഒക്കെ ഒരു അത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചൈതന്യമേവ ചൈതന്യാത് എന്നൊക്കെ വരുള്ളൂ. നോക്കൂ, ആ ചണ്ടാളൻ ചോദ്യം അതുകൊണ്ടാ പറഞ്ഞു. ചോദ്യം കേൾക്കുമ്പോഴേക്കും ശങ്കരാചാര്യസ്വാമിയുടെ ഉള്ളിലെ കാര്യം പിടികിട്ടി. കാരണം ഒരു സാധാരണക്കാരൻ മാറിപ്പോന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറിപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നീ ആരോടാ മാറാൻ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. അതല്ലാതെ കണ്ട് നോക്കൂ, ചില സത്യങ്ങള് നോക്കൂ. വേദത്തിനൊരു നിയമമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ അതാണ് നമ്മൾ എടുക്കേണ്ടത്. വേദത്തില് ഒരു നിയമമുണ്ട്. നിങ്ങളൊക്കെ ആധ്യാത്മിക വിഷയം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക വിചാരിക്കുക. അപ്പൊ ആധ്യാത്മിക വിഷയം അന്വേഷിച്ച് നടക്കുന്നവര് പലരും പറയും എനിക്ക് ഗുരുവിനെ കിട്ടുന്നില്ല, എനിക്ക് വേണ്ട ഗുരുവിനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഋഷികൾ പറയുന്നത് നിങ്ങൾക്ക് ഗുരുവിനെ കിട്ടാൻ ഒരു വിഷമവും ഇല്ല. കാരണം ഈ പ്രകൃതി തന്നെ നിങ്ങൾക്കങ്ങ് ഗുരുവായി മാറും. എന്ത് വേണം? നിങ്ങൾക്ക് പക്വത വേണം. നിങ്ങൾക്ക് പക്വതയുണ്ടെങ്കിൽ ഈ പ്രകൃതിയെ നിങ്ങളുടെ മുന്നിൽ ഗുരുവായിട്ട് തന്നെ തീരും. ഒരാൾക്കും ഗുരുവില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ജ്ഞാനം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, രമണ മഹർഷിക്ക് ഗുരു എവിടെ? ആരുമില്ല. പക്ഷെ രമണ മഹർഷി ഈ തത്വം ഉള്ളിൽ വന്നു, ബോധം വന്നു. എവിടുന്നോ ഒരു അരുണാചലം എന്നൊരു വാക്ക് കേൾക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മാറ്റം എവിടെയാ ഉണ്ടാവുക?
ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് അരുണാചലം എന്ന വാക്ക് കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ബോധം ഉണരുകയാണ്. ആ കുട്ടി ഏകദേശം 2 മാസത്തോളം സ്കൂളിൽ പിന്നെയും പോയി എന്നാണ് പറയുന്നത് ഈ ബോധം വന്നപ്പോൾ. പക്ഷെ എങ്ങനെയായി വന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്നാൽ അവിടെ ഇങ്ങനെ ഇരിക്കും, ബെഞ്ചിലിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും, ഇവനടത്തിന് ഇങ്ങനെ ഇരിക്കും. ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇമ്പോസിഷൻ എഴുതാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഇമ്പോസിഷൻ എഴുതില്ല, ഒന്നും എഴുതില്ല, എന്തോ ആലോചിച്ചിരിക്കും. ഇത് കണ്ടപ്പോൾ ഏട്ടൻ ഇയാളെ കളിയാക്കി, ഇത്ര വലിയ സന്യാസി, എന്നാ പിന്നെ എനിക്ക് വല്ല കാട്ടിൽ പോയിട്ട് പിന്നെ ധ്യാനിച്ചാൽ പോരടോ, ഈ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇതാക്കണം എന്ന് കളിയാക്കി. ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുന്ന് എഴുന്നേറ്റു, അവിടെ എഴുത്തെഴുതി വെച്ചു. നമുക്ക് ആ എഴുത്തിന് പോലും സ്വഭാവം, ആ ബോധം വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഇത് അച്ഛനെ അന്വേഷിച്ചു പോകുന്നു. ഞാൻ എന്ന് പറഞ്ഞില്ല, എൻ്റെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അച്ഛനെ അന്വേഷിച്ചു പോകുന്നു. ഇതിനെ അന്വേഷിച്ച് ആരും വരേണ്ടതില്ല. ചെറിയമ്മ തന്നിട്ടുള്ളതിൽ ഇത്ര പൈസ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്, ബാക്കി പൈസ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പോയി. അരുണാചലത്തിലെത്തിയപ്പോൾ രമണ മഹർഷി പറയുന്നത്, അരുണാചലം എന്നോട് പറഞ്ഞതാ എന്നെ നോക്കൂ. എന്നാൽ അരുണാചലം എന്ന് പറഞ്ഞ ഒരു പർവ്വതമാണ്. ആ പർവ്വതം പറയുന്നതായിട്ട് രമണ മഹർഷിക്ക് തോന്നുകയാണ്. അത് രമണ മഹർഷി എന്നല്ല, വെങ്കട്ടരാമൻ എന്നാ പേര്. പിന്നെയാണ് രമണൻ എന്നൊക്കെ പേരൊക്കെ വരുന്നത്. ഈ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന കൊച്ചു കുട്ടിക്ക് തോന്നുകയാണ്, ആ മല എന്നോട് പറഞ്ഞു എന്നെ പോലെ അനങ്ങാണ്ടിരിക്കൂ. ഉപദേശായി, എന്നെ പോലെ അനങ്ങാണ്ടിരിക്കും. അവിടെ അനങ്ങാണ്ടിരുന്നു. അനങ്ങാണ്ട് ഒരു ഗുഹയില്, അരുണാചലത്തിന്റെ ആ ശിവക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗുഹയില് എത്രയോ ദിവസങ്ങളിരുന്നു, മാസങ്ങളിരുന്നു. അവസാനം വേറൊരാൾ കണ്ടിട്ടാണ് പറയണത്, ഗുഹയിൽ ഒരു ചിന്ന പയ്യൻ ഇருக்கு, ചിന്ന പാര്. അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ആൾക്കാരോടും വിളിച്ചു, വരുന്നില്ല, ഉണരുന്നില്ല. അവസാനം ഒരു 3-4 ആൾക്കാർ പോയിട്ട് എടുത്തു കൊണ്ടുവന്നപ്പോൾ കാലിൻ്റെ ഒരു ഭാഗം തിരിച്ചായി തിന്നിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കി. എന്നാ ഉറങ്ങുകയാണോ? അല്ല, നല്ല ബോധമുണ്ട്. അങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിലൊരു കൊണ്ട് ഇരുത്തിയപ്പോൾ ഒരമ്മ വന്നിട്ട് കുറച്ച് കഞ്ഞി വെള്ളം കൊടുക്കാൻ ചിരി പോയി. വായ തുറക്കില്ല. എന്നാ കണ്ണ് നല്ലവണ്ണം തുറന്നിട്ടുണ്ട്. എന്നാ കണ്ണ്, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ദൃഷ്ടി എങ്ങനെയാണ് അറിയോ? വേദത്തില് വിഷ്ണു സൂക്തമുണ്ട്. ഈ വിഷ്ണു സൂക്തത്തില് എങ്ങനെയാന്ന് പറയും, നമ്മള് ധ്യാനിക്കുക എന്ന് പറയുമ്പം എങ്ങനെയാ ഉണ്ടാവേണ്ടത്? നിങ്ങളിങ്ങനെ ധ്യാനിക്കുമ്പോൾ കണ്ണടച്ചിട്ടല്ല. പലരും ധരിക്കുന്നത് ഈ കണ്ണടച്ചിരുന്നാലാണ് ധ്യാനം. കണ്ണടച്ചിരുന്നാൽ ധ്യാനമല്ല, ഉറക്കം വരുമോ? നിങ്ങൾക്ക് കണ്ണിങ്ങനെ തുറന്നിരിക്കണം. എന്നാലോ ഇടയ്ക്ക് നമ്മൾ തന്നെ നോക്കുക. നമ്മളെ കണ്ണ് കുറച്ച് ചെയ്യുമ്പോഴല്ലോ ഇങ്ങനെ കണ്ണ് ചിമ്മൂലേ? ചിമ്മാൻ പാടില്ല. തദ് വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയാം ദിവീവ ചക്ഷുരാതതം. ദൂരത്തെവിടെയോ എത്തോ ഒന്നിനെ കണ്ടിട്ടെന്ന പോലെ ഇങ്ങനെ നോക്കുക. കണ്ണ് ഇമ വെട്ടില്ല. എന്നാ കണ്ണ് തുറന്നിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ വായിലേക്ക് നിർബന്ധിച്ചിട്ട് ഒരു സ്പൂണ് കഞ്ഞി ഒഴിച്ചപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ വെള്ളം കയറി പോയി വറ്റാർത്തന്നെയുണ്ട്. അത്ര പോലും ഒന്നിനോടും ഇതില്ലാതെ കൊണ്ടാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒരു തരത്തിലും പിന്നെ ബാഹ്യമായിട്ടുള്ള ഒരു ഇതുമില്ല എങ്കിൽ നമ്മളിൽ അതിനുള്ള കഴിവുണ്ട് എന്നാണ്. ആ കഴിവുണ്ടെങ്കിൽ ഈശ്വരൻ എവിടുന്നെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വരും. ഇതുപോലെ ഉപനിഷത്ത് കഥകൾ ഇഷ്ടം പോലെയുണ്ട്. പശുക്കള്, മലകള്, പർവ്വതങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ, നക്ഷത്രത്തിനെ നോക്കിയിട്ട് യാത്ര ചെയ്തവരുടെ കഥകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ ശക്തി നമ്മളുടെ മുന്നിൽ ഗുരുവിൻ്റെ രൂപത്തിൽ വരും. തോത്താപുരിയുടെ രൂപത്തിൽ ആരുടെ മുന്നിൽ വന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുന്നിൽ വന്നു, ഇല്ലേ?
നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. അതേപോലെ ശങ്കരാചാര്യസ്വാമികൾക്കും ഈ ബോധം നല്ലവണ്ണം, ആ 8 വയസ്സുള്ള കുട്ടി, 10 വയസ്സ് ഉള്ള കുട്ടി കാശിയിൽ വെച്ച് ഈ ബോധം നല്ലവണ്ണം വന്നു, വ്യാഖ്യാനങ്ങൾ മുഴുവനും കൃത്യമായിട്ട് എഴുതി തുടങ്ങി, അദ്വൈതം ഇങ്ങനെ പ്രചരിപ്പിച്ചു തുടങ്ങി. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് അറിവും തിരിച്ചറിവും ഉണ്ടാവാൻ എന്ത് വേണം? അറിവ് ഒന്നും കൂടെ ബലം കിട്ടണമെങ്കിൽ തിരിച്ചറിവ് വേണം, അല്ലേ? ഇപ്പൊ തീ തൊട്ടാ പൊള്ളും, അത് നമുക്കറിയാം. പക്ഷെ തീ തൊട്ടാ പൊള്ളും എന്നുള്ളവൻ എപ്പോഴെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിലോ പിന്നെ ജന്മത്തിലൊന്നും തീ തൊടൂല. ഇതുപോലെ ആചാര്യസ്വാമികൾക്കറിയാം ഇതെല്ലാം ഈശ്വരനാണ്, ഒക്കെ അറിയാം. എങ്കിലും അതൊന്നും കൂടി അങ്ങ് ആ ആചാര്യസ്വാമികൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആര്? വിശ്വനാഥൻ തന്നെ, ഭഗവാൻ കൈലാസനാഥൻ തന്നെ ശങ്കരാചാര്യരുടെ മുന്നിൽ വന്നിട്ട് പറയാണ് ഇത് മുഴുവനും ഒന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ആ ചോദ്യം തന്നെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് എന്നുള്ളതിന് തെളിവ് അന്നമയാനന്ദമയം. ഈ ഭക്ഷണം കഴിച്ചിട്ട് പുഷ്ടിപ്പെടുന്ന ഈ ശരീരമാണോ മാറേണ്ടത്? ചോദിക്കുക. എന്നിട്ട് തൊട്ടടുത്ത് പദം പറയണത് എന്താ അറിയോ? ചൈതന്യമേവ ചൈതന്യാത്. അല്ല, ചൈതന്യമാണോ മാറേണ്ടത്? ശരീരവും ചൈതന്യവും രണ്ടുണ്ട് എന്ന് ബോധം ഉള്ളവനല്ലേ ചൈതന്യമാണോ മാറേണ്ടത് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആചാര്യസ്വാമികൾക്ക് കാര്യം മനസ്സിലായി. അവിടെ പിന്നെ ചോദിക്കുന്നത് എന്താ? അന്നമയാതന്നമയം ചൈതന്യമേവ ചൈതന്യാത് യതിവര ദുരീകർത്തും വാഞ്ചസി. യതിവര, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, ദുരീകർത്തും വാഞ്ചസി, ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പറയൂ, നീ എന്തുകൊണ്ടാണ് മാറൂ മാറൂ? ആരോടാണ് പറഞ്ഞത്? ഈ ശരീരത്തോടാണോ? ഭക്ഷണം കഴിച്ചിട്ട് വേർത്തിട്ടുള്ള ഈ ശരീരത്തോടാണോ മാറാൻ പറയണത്? അങ്ങനെയാണെങ്കിൽ എന്റേതും നിന്റേതും ഒരുപോലെയല്ലേ? നിന്റേതും ശരീരം കഴിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ശരീരമാണ്, എന്റേതും അതെ. അപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും ഭേദം ഉണ്ടെങ്കിലല്ലേ മാറണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരം ആണ് മാറേണ്ടതെങ്കിൽ ഞാനും നീയും, ശരീരം എന്നുള്ളത് അന്നമയമാണ്, ഭക്ഷണം കഴിച്ചാൽ നിൽക്കുന്നതാണ്, എന്റേതും അങ്ങനെയാണ്, നിന്റേതും അങ്ങനെയാണ്. പിന്നെന്താ ഒരു മാറ്റം? പിന്നെയോ ചൈതന്യമേവ ചൈതന്യാത്. ഇനി ചൈതന്യത്തിൽ നിന്ന് ചൈതന്യമാണോ മാറേണ്ടത്? നിന്റെ ആ ജഡമായിട്ടുള്ള ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യം നിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ചൈതന്യത്തിൽ നിന്ന് ചൈതന്യമാണോ മാറേണ്ടത്? പറയൂ. അത് ദുരീകർത്തും വാഞ്ചസി, ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ടോ ഒരു ഉദാഹരണവും പറഞ്ഞു കൊടുക്കും. അത് പറയണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം എന്താ? ഒരു ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ, ശങ്കരാചാര്യരെ അവഹേളിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം നീ ഉത്തരം പറയുന്നേ പറയുള്ളൂ. എന്നിട്ട് അവിടെ ആചാര്യസ്വാമികൾക്ക് ആ സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കാശി വിശ്വനാഥൻ ഈ ചണ്ടാള വേഷത്തില് 4 നായ്ക്കളോടുകൂടെ വന്നത്. 4 നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 തത്വവാക്യം, മഹാവാക്യങ്ങളാണ് 4. അഹം ബ്രഹ്മാസ്മി, അതുപോലെ തന്നെ തത്വമസി എന്നൊക്കെ പറയുന്ന 4 വാക്യങ്ങളുടെ രൂപത്തിൽ 4 നായ്ക്കൾ ആ മഹാവാക്യങ്ങളോട് കൂടെ വന്നു എന്നാണ്. അതായത് അവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? ശങ്കരാചാര്യസ്വാമികള് ആ ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയെങ്കിലും അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഗംഗയില്, ഗംഗാംബുനി എന്ന് പറഞ്ഞ ഗംഗയില് സൂര്യൻ പ്രതിബിംബിക്കും. അതുപോലെ തന്നെ മുന്നിലുള്ള ഓടയുണ്ട്. ആ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തെരുവിന്റെ 2 സൈഡിലും ഓടയുണ്ട്, അതിൽ വെള്ളമുണ്ട്. അതിലും സൂര്യൻ പ്രതിബിംബിക്കും. ഈ 2 സൂര്യനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗംഗാജലത്തിൽ
പ്രതിബിംബിക്കുന്ന സൂര്യനും ഈ ഓടയിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും തമ്മിൽ എന്താ വ്യത്യാസം? വേറൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളൊരു പാത്രമില്ലേ, സാധാരണ പാത്രം, നമ്മൾ ഈ വാഴ വാട്ടിയിട്ട് വായി കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പാത്രം എടുക്കുക. മൺപാത്രം എടുത്തിട്ട് വാഴയില വാട്ടിയിട്ട് അതിൻ്റെ കെട്ടുക. ഇപ്പുറത്തൊരു സ്വർണത്തിൻ്റെ പാത്രം വെക്കുക. അതിൻ്റെ ഉള്ളിലും വാഴ കിട്ടുക. ഉള്ളിലൊന്നും നിറയ്ക്കണ്ട, പക്ഷെ ഉള്ളിൽ സ്പേസ് ഉണ്ടല്ലോ. ഈ സ്പേസ് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പാത്രം വ്യത്യാസമുണ്ട്, ശരിയാണ്. ഒന്ന് മണ്ണിന്റെ പാത്രമാണ്, മറ്റൊന്ന് സ്വർണത്തിന്റെ പാത്രമാണ്. പക്ഷെ സ്വർണത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം, സ്പേസും, അതുപോലെ തന്നെ മൺകുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസും രണ്ടാകുമോ? അതുപോലെ എന്താ വ്യത്യാസം? രണ്ടും തന്നെ. അതുപോലെ തന്നെ സൂര്യൻ ഓടയിലെ വെള്ളത്തിലാണോ, സമുദ്രത്തിലെ ഉപ്പുജലത്തിലാണോ, അല്ലെങ്കിൽ പിന്നെ ഗംഗയിലെ വെള്ളത്തിലാണോ, എവിടെ വേണമെങ്കിലും പ്രതിബിംബിച്ചോട്ടെ, ആ പ്രതിബിംബം രണ്ടായി മാറുമോ? ആ പ്രതിബിംബവും ഈ വെള്ളവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏത് വെള്ളത്തിലായാലും ആ ബിംബം, പ്രതിബിംബം സൂര്യൻ ഉണ്ടാവും. ഇതാണ് ഉദാഹരണമായിട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പല്ലേ, ആചാര്യസ്വാമികളെ ഏതോ ഒരു തത്വം ബോധിപ്പിക്കണം. ആ തത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഭവജ്ഞാനം കൊടുക്കണം. ആ അനുഭവജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടാവുക. നടന്നിട്ടുണ്ട് എന്നും ഇല്ല എന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം കപോലകൽപ്പിതമായിട്ടുള്ള പലതരത്തിലുള്ള കഥകൾ കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നടന്നതാണോ എന്തായാലും അറിയില്ല. എന്തായാലും പലരും ഇത് ആചാര്യസ്വാമികളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആചാര്യസ്വാമികളെ പിന്നെ ആ അദ്വൈത ഭാവത്തിൽ അഹങ്കരിച്ചപ്പോൾ ആ അഹങ്കാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഓരോരുത്തരുടെ കപോലകൽപ്പിതമായിരിക്കാം. എന്തായാലും ആ ശ്ലോകം ഒന്ന് ചെല്ലാം, ആദ്യത്തെ ശ്ലോകം ഒന്നുകൂടെ ചെല്ലാം. അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യദി വരദുരീകർത്തും വാഞ്ഛസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. ആണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ആചാര്യസ്വാമികളോട് ചോദിക്കുകയാണ്, കിം ഗംഗാംബുനിബിംബിതെംബരമണോ ചണ്ഡാളവീഥീപയ പുരേവാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാന്തരേ. അടുത്ത പദം അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ അത്രയും ജ്ഞാനമുള്ളവർക്കൊക്കെ അത് വരുള്ളൂ. ഒരു സാധാരണക്കാരൻ, ഒരു ചണ്ടാലിനൊന്നും അത് വരില്ല. പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധൗ. ഓ, അത്രയും ഉജ്ജ്വലമാണ് ആ വാക്കുകളൊക്കെ. എന്നിട്ട് പറയാണ് എന്ത്, വിപ്രോയം ശ്വപചോയമിതി. അപ്പൊ പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധൗ. അവിടെ ദ്വിജവര യതിവര എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ചണ്ടാള വീതിയിലും ഗംഗാജലത്തിലും ഒക്കെയുള്ള വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ രണ്ടാണോ? സ്വർണ്ണക്കുടത്തിലെ ആകാശവും മൺകുടത്തിലെ ആകാശവും രണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയാണ്, നീ എങ്ങനെയുള്ള ആളാണ്? പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധൗ. അംബുധി എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രം അല്ലേ? ഇവിടെ ഒരു സമുദ്രമാണ്. എന്ത് സമുദ്രമാണ്? പ്രത്യക് വസ്തുനി. പ്രത്യക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിക്കുന്നതാണ്. പ്രത്യക് ഈ പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? ഈ നാരായണീയത്തില് പട്ടേരി പറയാണ്, ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നല്ലതാത്രേ. ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയുടെ തീരത്ത് താമസിച്ചാല് ആധ്യാത്മിക വിഷയത്തിൽ ഒരുപാട് താല്പര്യം ഉണ്ടാവും അത്രേ. എന്നിട്ട് പറയാണ്, ഭഗവാനെ ഞാനും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദീന്റെ തീരത്താണ്. ഈ പ്രത്യക് എന്നൊക്കെ പറയുമ്പോൾ ആത്മാഭിമുഖമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രത്യക് വസ്തുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആത്മാവിൽ,
അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രത്യക് വസ്തുനി നിസ്തരംഗം. തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല. നിസ്തരംഗം എന്ന് പറഞ്ഞാലോ തിരമാല ഒന്നുമില്ലാത്തത്. നിസ്തരംഗ സഹജ ആനന്ദം. എവിടുന്നോ ഉണ്ടാക്കിയ ആനന്ദമല്ല. സഹജ ആനന്ദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സഹജാനന്ദം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എ സിന്റെ തണുപ്പ് അത് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലേ? എ സിയുടെ തണുപ്പും ഒരു മന്ദമാരുതൻ ഇപ്പം ഇങ്ങനെ മെല്ലെ അടിച്ചു വിചാരിക്കുക, അത് രണ്ടും ഒരുപോലെയാ? അല്ല. ഈ മന്ദമാരുതൻ ഉണ്ടല്ലോ, എത്ര അടിച്ചാലും അങ്ങനെ മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ അതിയായ ശക്തമായ കാറ്റല്ല പറയുന്നത്, മെല്ലെ അടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ആനന്ദം ഉണ്ടാവും. എ സിൻ്റെ തണുപ്പ് കുറേ കഴിഞ്ഞാൽ ചിലർക്ക് വല്ലാത്ത അസഹിഷ്ണുതയാവും, സഹിക്കാൻ പറ്റില്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നമ്മളുടെ ഉള്ളിലും അങ്ങനെ ഒരു ആനന്ദം ഉണ്ട് എന്നാണ്. സഹജമായിട്ടൊരു ആനന്ദം നമ്മളുടെ ഉള്ളിലുണ്ട്. അതെങ്ങനെയാ അറിയാമെന്നറിയോ? ലോകത്തിൽ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല എന്ത് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും സുഖം? ഓരോരുത്തരും ഓരോ കാര്യം പറയില്ലേ, എനിക്കത് കിട്ടിയാൽ മതി, എനിക്കിത് കിട്ടിയാൽ മതി, എനിക്ക് അങ്ങനെ ചെയ്താൽ മതി, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി, എനിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നതാണ് ഇഷ്ടം, എനിക്ക് ഓരോരുത്തരും പറയും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ഉറക്കം. ഉറക്കത്തിലെന്നാ എന്തെങ്കിലും ആനന്ദമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗാഠനിദ്ര നല്ല ഡീപ്പസ്റ്റ് ലെവലിൽ നിങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിക്കുക. ഉറങ്ങിയിട്ട് ഇന്നേ വരെ ലോകത്തിൽ ആരെങ്കിലും ഞാൻ ദുഃഖമായി ഉറങ്ങി എന്ന് പറയുമോ? ഒരാളും പറയില്ല. എല്ലാവരും പറയുന്നത് എന്തായോ? ഉറങ്ങിയെന്ന് മാത്രമല്ല, ചിലപ്പോൾ നല്ല ഡീപ്പസ്റ്റ് ലെവലിലാണെന്ന് പറയും സുഖമായി ഉറങ്ങി. അങ്ങനെയല്ല എല്ലാവരും പറയാ. സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നല്ല ഡീപ്പസ്റ്റ് ലെവലാണെന്നൊക്കെ പറയും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ പറയാ. അപ്പൊ നിങ്ങൾ സുഖം എങ്ങനെ അറിഞ്ഞേ? പിന്നെ നിങ്ങൾ സുഖം അറിഞ്ഞേ? സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അറിഞ്ഞു എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം അല്ലേ? മനസ്സ് വേണം. ഈ ബുദ്ധിയും മനസ്സൊക്കെ എന്ത് ചെയ്തു? നാരായണ സൂക്തം ഉണ്ട്. നാരായണ സൂക്തത്തിൽ പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. നമ്മളുടെ നാഭിക്ക് മുകളിൽ നാഭ്യാമുപരി തിഷ്ഠതി. നാഭിയുടെ മുകളിലായിട്ട് ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഹൃദയത്തിന് ഒരു സുഷിരമുണ്ടത്രേ. ഈ സുഷിരത്തിലാണ് സകലതും പോയി ഒളിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും സകലതും പോയിട്ട് ആ ഹൃദയ സുഷിരത്തിലേക്ക് പോയിട്ട് വിലയം പ്രാപിക്കും. അവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഒരാൾ അവിടെ ഉണർന്നിട്ടുണ്ട്. അതാണ് പ്രത്യക് വസ്തുനി. അത് സ്വരാട്ടാണ്. സ്വരാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വയം പ്രകാശമാനമായിട്ടുള്ള ഒരു സാധനമാണ്. അതുണ്ട് എന്നറിയാൻ വേറൊന്നിന്റെ സഹായം വേണ്ട. സ്വരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചു. ഈ വിളക്ക് കാണാൻ വേറൊരു ടോർച്ച് വേണോ? അത് വേണ്ടല്ലോ. കാരണം എന്താ? അതേ കത്തുന്നതാണ്. ആ കത്തുന്ന വിളക്ക് കാണുവാൻ നമുക്ക് വേറെ ഒന്നിന്റെ സഹായം വേണ്ടാത്തതുപോലെ ഒന്നിൻ്റെയും സഹായമില്ലാതെ കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമുണ്ട് നമ്മളുടെ ഉള്ളിൽ. എന്താണെന്നറിയോ? നോക്കുക, നമ്മളിപ്പോൾ നല്ല ഇരുട്ടാക്കുക, എന്നിട്ട് എല്ലാവരുടെയും കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് അങ്ങ് കെട്ടുക. കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് ഈശ്വരനാണ്, അല്ലെങ്കിൽ അതാണ് ഈശ്വരൻ. പക്ഷെ നിങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, കണ്ടതൊന്നും പറയരുത്. കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, അതൊന്നും പറയാൻ പാടില്ല. തൊട്ട് നോക്കിയിട്ട് പറയുന്നത് കസേരയുണ്ട്, അപ്പുറത്ത് ആളിരിക്കുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും വായിലിട്ട് നോക്കിയിട്ട് രുചിച്ച് നോക്കിയിട്ട് പറയരുത്. ഒരു ഇന്ദ്രിയത്തിൻ്റെയും സഹായത്തോടു കൂടെ പറയരുത്. മാത്രമല്ല ആലോചിച്ചിട്ട് പറയാൻ പാടില്ല.
മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടും പറയാൻ പാടില്ല. മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് ഇവര് ഇന്നതൊക്കെ ഉണ്ടാവും, രാത്രിയാണ്, ഇരുട്ടായിരിക്കും, ഒന്നും പറയാനില്ല. മനസ്സ് അതുപോലെ ഇന്ദ്രിയങ്ങള് ഒന്നിൻ്റെ, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇന്ദ്രിയ ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ കൊണ്ട് വേണം പറയാൻ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനുണ്ട് ഇല്ലേ? അത് ചെറിയ കുട്ടിക്കും പറ്റും, ജനിച്ചു വീണ കുട്ടിക്കും പറ്റും. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു പേര് ചോദിച്ചു പറഞ്ഞു സുലഭ. ഇത് ബുദ്ധിയുള്ളവനേ കിട്ടുള്ളൂ എന്നുണ്ടോ? ജീവനുള്ളവർക്ക് മുഴുവനും കിട്ടുന്ന ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞുകൂടാ, കാരണം അനുഭവം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയവേദ്യമായതിനെയാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? സുഖം ഞാൻ അറിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു ഉറക്കത്തില്? വാക്ക് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക. എല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? സുഖമായി ഉറങ്ങി, സുഖമായിരുന്നു എന്നാണ്. അല്ലാണ്ട് സുഖം അറിഞ്ഞു എന്നല്ല നിങ്ങൾ പറഞ്ഞത്. സുഖം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അനുഭവിച്ചതല്ല. അനുഭവിച്ചതാണെങ്കിലാണ് അറിഞ്ഞു എന്ന് പറയുക. ഇവിടെ സുഖമായിരുന്നു, സുഖാണ്, അവിടെ വേറെ ഒന്നുമില്ല. സുഖം ആയി ഇരുന്നു, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു. എന്റെയും നിങ്ങളുടെയും കോടാനുകോടി ജീവജാലങ്ങളുടെയും ഉള്ളില് സുഖം സഹജമാണ്. ആ സഹജമായ സുഖമുള്ളത് കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങണം തോന്നുന്നത് അല്ലേ? നല്ല ദുഃഖം, വേണ്ടപ്പെട്ട ആരോ മരിച്ചു, കരഞ്ഞ് 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 ശവത്തിന്റെ മുകളിലേ കിടന്നു ഉറങ്ങി. നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. കാരണം എന്താ? എവിടെയോ ഒരു ആനന്ദം കിട്ടുക. ഗീതയില് ഭഗവാൻ പറയുന്നത് ദുഃഖത്തിന്റെ ഒരു കണിക നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദുഃഖമായി ഉറങ്ങിയെന്ന് പറയണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോ, എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു പോയിക്കോ, ദുഃഖത്തിന്റെ കണിക നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോഴും സുഖമാണ്. എന്നിട്ടോ സുഖം സുഖം ക്ഷോണിയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ടവസ്തു അതെങ്ങതെങ്ങു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശരണം. അല്ലേ? ഈ കസ്തൂരിമാന്റെ കഥ പറഞ്ഞ പോലെയാ. കസ്തൂരിമാന്റെ ഉള്ളിൽ നിന്നാണ് ഈ മണം വരുന്നത്. പക്ഷെ ഇത് ധരിക്കുന്നത് എന്താ അറിയോ? കാട്ടിന്റെ വേറെ എവിടുന്നോ ആണെന്ന് ധരിച്ചിട്ട് അതിങ്ങനെ ആ മണത്തിനെയും അന്വേഷിച്ച് പോവുകയാണ്. ഇത് എവിടെ പോയാലും ഈ മണം ഉണ്ടാവും. കാരണം എന്താ? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ നമ്മൾക്കും തോന്നുകയാണ് സുഖം എടിയോ കിട്ടും, സുഖം എടിയോ കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കോ, അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാം എന്തൊക്കെയോ കർമ്മം ചെയ്യുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നില്ലേ? എന്തിനാ ഇരിക്കുന്നത്? എടിയോ സുഖം കിട്ടും, ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക്. കിട്ടുന്നില്ല ചെയ്യുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. സുഖാർത്ത സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയാ. എല്ലാവരും അതെ, ഒരാളൊന്നുമല്ല, ലോകത്തിലെല്ലാവരും എന്ത് കർമ്മം ചെയ്യുന്നതും സുഖം കിട്ടാനാണ്. എന്തിന്? ഇതെവിടെയോ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ സാധനത്തിനാണോ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ചിലപ്പോൾ അങ്ങനെ തിരുമേനി അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരമ്മ മക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. എബ്രഹാം ലിങ്കണിനെ കുറിച്ചിട്ടൊരു കഥ പറയും. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ 5-8 പന്നിക്കുട്ടി വീണിട്ടുണ്ട്. തള്ളപ്പന്നിയില്ല, പന്നിക്കുട്ടി അതിൻ്റെ ഉള്ളുണ്ട്. എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തു? വേഗം ആ കുഴിയിലേക്ക് ഇറങ്ങി അതിനെ രക്ഷിച്ചു, കരക്കെ വെച്ച് കൊടുത്തു. അപ്പൊ മാധ്യമങ്ങൾ മുഴുവനും വളരെയധികം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ പുകഴ്ത്തി. അപ്പൊ എന്നിട്ട് ഒരാൾ ചോദിച്ചു, അങ്ങ് എത്ര കാരുണ്യമുള്ള ആളാണ്, നോക്കൂ ഈ ചെറിയ പന്നിക്കുട്ടികളോട് പോലും ഇത്രയധികം സ്നേഹമോ ചോദിച്ചപ്പോ എബ്രഹാം ലിങ്കൺ പറഞ്ഞ എന്താ അറിയോ? എനിക്ക് ആ പന്നിക്കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്, ആ വേദന കൂടെ ഞാൻ എടുത്ത് അതിനെ മുള്ളു വെക്കണം. അതായത് തൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്, ആ വേദന തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പന്നിക്കുട്ടീൻ്റെ ഉള്ളിൽ വേദന ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇതാണ് യാഥാർത്ഥ്യം. എന്താണെന്നറിയോ, ഒരമ്മ മക്കളെ ലാളിക്കുക. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ചിന്തിക്കും, ഓ അമ്മയ്ക്ക് എന്ത് സ്നേഹമായി ഈ കുട്ടിയോട്, എത്ര അത്രയധികം ലാളിക്കുക. അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ നിങ്ങൾ ലാളിച്ചു എന്ന് ചിന്തിക്കുന്നതെങ്കിൽ അതല്ല എന്നുള്ളതിന് തെളിവ് എന്താ അറിയോ, ഈ കുട്ടി ഒരു 2.5 വയസ്സെന്ന് കൂട്ടിക്കോ, 2.5 വയസ്സുള്ള കുട്ടിയാണ് അമ്മ ലാളിക്കുന്നത്. ഈ കുട്ടി അമ്മയുടെ ഒക്കത്ത് നിന്ന് ഇറങ്ങുന്നില്ല വിചാരിക്കുക, 1 മണിക്കൂറൊക്കെ എടുത്ത് നിൽക്കും, 2 മണിക്കൂർ ചിലപ്പോൾ എടുത്ത് വെക്കും. അത് കഴിഞ്ഞാലോ എന്തുതായി ഇറങ്ങൂല. അപ്പൊ ഇവിടെ പോയി ഈ സ്നേഹം അല്ലേ പറയാറില്ലേ? ഉണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഒരാളൊന്നുമല്ല, എല്ലാവരും പറയാറുണ്ട്. എല്ലാ അമ്മമാരും എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വേദന വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ കുറേയൊക്കെ സഹിക്കും, പിന്നെ എന്ത് ചെയ്യും, ആ സത്യം പുറത്തൊക്കെ പറഞ്ഞു പോകും. ഇതെല്ലാവരിലും ഉള്ളതാണ്. സുഖാർത്ത സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയാം. എല്ലാവർക്കും ഇഷ്ടം ആരോടാണ് ചോദിച്ചു പറഞ്ഞു, അവനവനോടാ. സന്തം സമീപേ രമണം രതിപ്രദം. അങ്ങനെ ആനന്ദമുള്ള ഒരു വസ്തു നമ്മളുടെ ഉള്ളിലുണ്ട്. ആ ആനന്ദം സഹജമാണ് എന്നാ പറയുന്നത്, ഉണ്ടാക്കിയെടുത്തതല്ല. അങ്ങനെയുള്ള ആനന്ദം 24 മണിക്കൂറും കിട്ടിയാലോ? നിങ്ങൾ ഈ ഉറക്കത്തിലുള്ള സുഖമുണ്ടല്ലോ, ഉണർന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുക. അങ്ങനെ കിട്ടുന്നതിനാണ് സഹജാനന്ദാവബോധ അംബുധവും. അംബുധിയാണ്, അവിടെ സമുദ്രമാണ്. ആ ആനന്ദം അങ്ങനെ തിരയില്ലാത്ത സമുദ്രം പോലെ. തിരയുണ്ടാകുമ്പോഴെന്താണ്, അവിടെ പലതരത്തിലുള്ള ചിന്തകൾ വരും. ഒരു ചിന്തയില്ല, നിസ്തരംഗം, ഒരു ചിന്തയുമില്ലാതെ കണ്ട്. അതിനാണ് ഞാൻ രമണ മഹർഷിയുടെ, അത് എപ്പോഴോ ഉള്ളതല്ല, 1950-ലാണ് രമണ മഹർഷി സമാധിയായിട്ടുള്ളത്. അത് കിട്ടുന്നവരിന്നും ഉണ്ട്. നമുക്ക് ആ ഉറക്കത്തിലുള്ള സുഖം ഉണർവിൽ കിട്ടും. ആ ഉണർവില് ആ സുഖം കിട്ടുന്ന അല്ലയോ യതിവര, നീ എന്താ ചെയ്യണത്? നിനക്ക് സഹജമായിരിക്കുന്ന ആനന്ദം സദാ നിന്നിലുണ്ട്. അതില് ഒരു തരത്തിലുള്ള ചിന്തകൾ നിന്നെ അലട്ടുന്നില്ല, ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയും അവിടെയില്ല. അങ്ങനെയുള്ള നിന്നിൽ എന്ന് പറയാ, അങ്ങനെയുള്ള നിന്നിൽ വിപ്രോയം ശ്വപചോയമിതി. ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ശ്വപചൻ, തന്നെ കുറിച്ച് പറയാ, നായിന്റെ മാംസം തിന്നുന്നവനാണ് എന്ന് എങ്ങനെ തോന്നി? അവിടെ പറയുന്നത് വിപ്രോയം ശ്വപചോയമിതി മഹാൻ വിഭേദഭ്രമ. മഹത്തായിരിക്കുന്ന ഈ ഭേദബുദ്ധി എനിക്ക് എവിടെ നിന്നുണ്ടായി? നോക്കൂ, വിപ്രനായാലും ശരി, ശ്വപചനായാലും ശരി, ഈ അവബോധം എല്ലാവരിലും ഉണ്ട്. അപ്പൊ ആ അവബോധത്തിന്റെ ആ തരംഗം, ആനന്ദം അനുഭവിക്കുന്ന നിന്നെ സംബന്ധിച്ച് ഈ ഭേദബുദ്ധി തോന്നാൻ പാടുണ്ടോ? ഇതാണ് ചോദ്യം. 2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഇത് ആചാര്യസ്വാമികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രബുദ്ധനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, അനുഭവത്തിന്റെ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട്. എത്ര മണി വരെയാ? 8:30. അടുത്ത് തുടങ്ങിയാൽ എന്താണെന്നറിയോ, അത് നിർത്തൽ നടക്കില്ല. കാരണം അടുത്ത ആചാര്യസ്വാമികളുടെ ഉത്തരാണ് 9 വരെ പോവാം. 9 മണി. ചുരുക്കി പറയാം, അടുത്ത 3 ശ്ലോകങ്ങള് ചുരുക്കാറുണ്ട്. ചിലപ്പോൾ നാളെ നിങ്ങൾ ചില ആൾക്കാർ വരില്ല, എന്ത് കേട്ടിട്ട് മരി വെച്ചിട്ട് നിങ്ങൾ പോകും. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാമ്പുരി എന്താ ഇത്ര വിശദീകരിച്ച് പറയണ അറിയോ? ഇത് വേദാന്തമാണ്. ഇങ്ങനെയുള്ള കുറേ ആടിയെല്ലാം കൂട്ടി പറഞ്ഞാലേ വീട് എതിര് പോകുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ട് ഇത് ഞാൻ ഈ ശ്ലോകം വായിച്ചിട്ട് അന്നമയാതന്നമയം ശരീരം എന്താ ചൈതന്യമേവ ചൈതന്യ അന്നമയാതന്നമയം, അന്നമയം എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനാണ്.
അന്നമയാത് എന്ന് പറഞ്ഞാൽ പഞ്ചമി ഏകവചനാന്ന് ഒന്നിൽ നിന്നൊന്ന് മാറണോ എന്ന് ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന കുറേ ഉദാഹരണങ്ങൾ ചേർത്തിട്ട് പറയുമ്പോൾ എന്താ അറിയോ, ഒന്നുമില്ലെങ്കിൽ ഈ ശ്ലോകമൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഈ കഥകൾ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. ആ സഹജാനന്ദാവബോധാംബുതി എന്നൊന്നും നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. പ്രത്യേക വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധു എന്നൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ട്. അത് നമ്മൾ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്ന് ബോധമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ അത് അങ്ങനെ ഒരു സാധനം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് പുറത്തുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും, ഞാൻ ഒരു കളവ് പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം നിങ്ങൾക്ക് താമരപ്പൂ നിങ്ങൾ അന്വേഷിച്ച് പോവില്ലേ? താമരപ്പൂ വേണം എന്ന് ആഗ്രഹമുള്ളവൻ അന്വേഷിച്ച് പോവും ഇല്ലേ? റോസാപ്പൂ അന്വേഷിച്ച് പോവില്ലേ? പോവും. ആകാശകുസും അന്വേഷിച്ച് പോവോ? അങ്ങനെ ഒരു സാധനമില്ല. ഇല്ലാത്തത് ആരെങ്കിലും അന്വേഷിക്കുമോ? വേണ്ട. നിങ്ങൾ ഇപ്പോൾ ഒരാൾ പ്രഭാഷണം നടത്തുക, ഈശ്വരനുണ്ടോ ഇല്ലയോ, എത്രയോ ആൾക്കാർ തർക്കിക്കും. ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്നവനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നവനുണ്ടാവും ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും മുയലിന് കൊമ്പുണ്ടോ ഇല്ലയോ എന്ന് പറയോ? തർക്കിക്കോ? എന്താ തർക്കിക്കാത്ത? മുയലിന് കൊമ്പില്ലല്ലോ, അത് ഉറപ്പുണ്ടല്ലേ? അപ്പൊ ഉണ്ട് എന്ന് എവിടെയോ സംശയമുള്ളതിന് വേണ്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അന്വേഷിക്കുള്ളൂ, വാദിക്കുള്ളൂ, തർക്കിക്കുള്ളൂ അല്ലേ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ കാരണം എന്താ? എവിടെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇല്ലാത്ത വസ്തു, നാസ്തികന്റെ സ്വഭാവം എന്താ അറിയോ? നാസ്തികനും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇല്ല എന്ന് ഉറപ്പുണ്ട്. നാസ്തികൻ പറയാണ് ഈശ്വരൻ ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നു പറഞ്ഞെന്നാൽ അയാളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മുയലിന് കൊമ്പില്ലാന്ന് തർക്കിക്കണോ? അത് തർക്കിക്കില്ല. അതെന്താ? അല്ല, അതില്ലല്ലോ. അവിടെയാണ് എത്തുന്നത്. നാസ്തികത്വം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നവൻ ആസ്തികനാണ്. രമണ മഹർഷിയുടെ വാദം എന്താണെന്നറിയോ? ലോകത്തിൽ നിങ്ങൾക്ക് ഏത് മതത്തിനെയും നിഷേധിക്കാം, ഏത് ആചാരത്തിനെയും നിഷേധിക്കാം, ഏത് മതത്തിന്റെ ഈശ്വരനെയും നിഷേധിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ നിഷേധിക്കാനാവുമോ? നിങ്ങൾക്ക് നിങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാനുള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. എന്നാൽ നിങ്ങളുണ്ട് എന്ന് പറയുന്നതാണ്. അതാണ് അസ്ഥിതിവാദി. ഉണ്ട് എന്ന് പറയുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് അസ്തിത്വം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനും അസ്തിത്വം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ 71 ദിവസം പ്രഭാഷണം കഴിഞ്ഞു. മൈക്കിലെ കൂടെ കേൾക്കുന്നുണ്ട്. ആ അമ്പലത്തിന്റെ തൂണുണ്ട് അവിടെ. ആ തൂണിന് എപ്പോഴെങ്കിലും തിരിച്ചിട്ട് എനിക്ക് കുറേ ബോധം വന്നു, ഇനി ഞാൻ 2 ദിവസം പ്രഭാഷണം നടത്താമെന്ന് പറയുമോ? അറിയില്ല. കാരണം എന്താ? തൂണിനെ സ്വയം ഉണ്ട് എന്ന് അറിയില്ല. ആ തൂണിന് ഞാനുണ്ട് എന്ന് ഈ മൊബൈലിന് ലോകത്തിലെ സകല വിഷയങ്ങളും നമുക്ക് കാണിച്ചു തരും ഇല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ പിടിക്കുന്നുണ്ടല്ലോ, ഈ പിടിക്കുന്നതെല്ലാം നാളെ നിങ്ങൾക്ക് കാണിച്ചു തരും ഇല്ലേ? മൊബൈൽ എപ്പോഴെങ്കിലും പറയുമോ നാളെ ഞാൻ പ്രഭാഷണം നടത്താം? ഈ മൊബൈലിന് സൂര്യനെ കാണാൻ പറ്റുമോ? ചന്ദ്രനെ കാണാൻ പറ്റുമോ? ലോകമുണ്ടോ? ജീവനുള്ളവർക്കേ ഈ പ്രപഞ്ചമുള്ളൂ. ഋഷികൾ പറയുന്ന ന്യായം അതാണ്. ജീവനുള്ളവർക്കേ സൂര്യനുള്ളൂ, ചന്ദ്രനുള്ളൂ, നക്ഷത്രങ്ങളുള്ളൂ.